സഹോദരങ്ങളെ, ദൈവത്തിലേക്ക് എത്ര വഴികളുണ്ട് എന്നൊരു ചോദ്യത്തെ ധ്യാനപൂർവം ഇന്നത്തെ ഉപാസനയിൽ നമുക്ക് ചിന്തിക്കാം. പൗലോസ് അപ്പസ്തോലൻ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം. അപ്പസ്തോലൻ പറയും, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ആരും നേടിയെടുത്തതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാനമാണ്. പലപ്പോഴും നമ്മൾ ദൈവദാനത്തെ തിരിച്ചറിയാറില്ല. പ്രത്യേകിച്ചും നമ്മുടെ വിശ്വാസം ഒരു ദാനമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പരമ്പരാഗതമായി നമുക്ക് ലഭിച്ച ഒന്നാണ്, മാതാപിതാക്കളിൽ നമുക്ക് കിട്ടിയ ഒന്നാണ്, അതുകൊണ്ട് ദൈവം തന്ന ദാനമാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ വിശ്വാസത്തിൽ കുറവ് വരുന്ന നേരത്ത്, വിശ്വാസത്തിൽ സംശയം വരുന്ന നേരത്താണ് സത്യത്തിൽ ഇത് ദാനം ആണല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. വിശ്വാസത്തിൻ്റെ വലിയ കാവലാളായി അറിയപ്പെടുന്ന സഭയിലെ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയോട് ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ ചോദിച്ചു, പിതാവേ, ദൈവത്തിലേക്ക് എത്ര വഴികളുണ്ട്? അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ എത്ര മനുഷ്യരുണ്ടോ അത്രത്തോളം വഴികൾ ദൈവത്തിലേക്കുണ്ട്. അധികകാലം തീരുന്നതിന് മുമ്പ് മറ്റൊരു പത്രപ്രവർത്തകൻ വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്ക സഭയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വലിയ ചിന്തകനായ G.K. ചെസ്റ്റർട്ടനോട് ചോദിച്ചു, അങ്ങേക്ക് എന്തു തോന്നുന്നു, സഭയിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് എത്ര വഴികളുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഒരു പള്ളിയിലേക്ക് എത്ര ഗേറ്റുകളുണ്ടോ അത്രത്തോളം വഴികളുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു, ഒരു ഗേറ്റിലൂടെ എന്തായിരുന്നാലും 2 പേർ ഒരുപോലെ കടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് വ്യത്യസ്തമാണ് വഴികൾ. ഞാൻ പ്രവേശിക്കുന്നത് പോലെ ആകണമെന്നില്ല യേശുവിലേക്ക് മറ്റൊരാൾ പ്രവേശിക്കുന്നത്. ഏതൊരു വിശ്വാസിയുടെ ജീവിതത്തിലും ഈ വ്യത്യാസം കാണാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിൽ ഏറെ വിഷമിക്കുന്ന സമയത്താണ് സത്യത്തിൽ ഇത് ദൈവദാനമാണല്ലോ എന്ന് ചിന്തിക്കുന്നത്. പല വിശ്വാസികളുടെ ജീവിതത്തിലും, എന്തിന് വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ പോലും ചില പ്രത്യേകമായ കാലഘട്ടങ്ങളിൽ ദൈവം പോലും ഉണ്ടോ എന്ന് സംശയിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. ഉദാഹരണത്തിന് വിശുദ്ധ മദർ തെരേസ അവളുടെ ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളായപ്പോൾ ഏതാനും കാലത്തേക്ക് അവൾ ചിന്തിക്കാൻ തുടങ്ങി, സത്യത്തിൽ ഈ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമാണോ, അതുണ്ടോ? സഹോദരങ്ങളെ, പല ദൈവപുരുഷന്മാർക്കും അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായിട്ട് അറിയപ്പെടുന്ന ഗാന്ധിജി, അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പോകുന്ന കാലയളവിലാണ് അദ്ദേഹത്തിന് പ്രത്യേകമായൊരു സമയത്ത് തോന്നുന്നു, ദൈവമുണ്ടോ? അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ആർക്കെങ്കിലും ദൈവമുണ്ടോ എന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവർ ആ നാളുകളിൽ ചെയ്യേണ്ടത് പള്ളിയിൽ പോയി ഇരിക്കുകയല്ല, മോസ്കിൽ പോയോ അമ്പലത്തിൽ പോയി ഇരിക്കുകയല്ല, മറിച്ച് അവർ പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങണം. അപ്പോൾ അവർക്ക് മനസ്സിലാകും ദൈവമുണ്ടെന്ന്. പക്ഷെ മദർ തെരേസ വർക്ക് ചെയ്യുന്നത് പാവപ്പെട്ടവരുടെ ഇടയിലാണല്ലോ. എന്നിട്ട് അവൾക്കും ഉണ്ടായല്ലോ ഈ ചിന്ത. അവൾ പറയും, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദൈവത്തെക്കുറിച്ച് സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യരുത്, വെറുതെ അൾത്താരയുടെ മുമ്പിൽ പോയി വെറുതെ ശാന്തമായി കുരിശു രൂപത്തെ നോക്കിയിരിക്കുക, നിങ്ങൾക്ക് വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയും. സഹോദരങ്ങളെ, ദൈവദാനമാണ് വിശ്വാസമെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏതെങ്കിലും ഒന്ന് ദാനമല്ലാതായിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ വിദേശികൾക്കെതിരെ വലിയ പ്രകടനങ്ങളും വലിയ നിയമവ്യവസ്ഥകളും അവിടെ പാസ്സാക്കിയ കാലത്ത് ആ ദേശത്ത് ഉണ്ടായിരുന്ന ചില വിദേശികൾ ചില പോസ്റ്ററുകൾ അവിടെ പതിപ്പിച്ചു. അവർ ആ പോസ്റ്ററിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ കുടിക്കുന്ന കാപ്പി എവിടെ നിന്നാണ്? ബ്രസീലിൽ നിന്ന്. നിങ്ങൾ ഓടിക്കുന്ന കാർ എവിടെ നിന്നുള്ളതാണ്? അത് ജപ്പാനിൽ നിന്ന്. നിങ്ങൾ തർക്കിക്കുന്ന ജനാധിപത്യം എവിടെ നിന്നുള്ളതാണ്? ഗ്രീസിൽ നിന്ന്. നിങ്ങൾ ആരാധിക്കുന്ന ക്രിസ്തു എവിടെ നിന്നുള്ളതാണ്? ഇസ്രായേലിൽ നിന്ന്. ചോദിച്ചു, വിദേശി ആരാണ്, സ്വദേശി ആരാണ്? സത്യത്തിൽ സകലതും ദാനമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിൽ ദാനമല്ലാതായി ഒന്നുമില്ല. ഓരോ ശ്വാസോച്ഛ്വാസവും ദൈവത്തിൻ്റെ ദാനമല്ലാതെ മറ്റെന്താണ്? പക്ഷേ ഈ ദൈവദാനത്തെയും ദാതാവായ ദൈവത്തെയും സംശയിക്കാൻ ഈ ദൈവം തന്നെ
മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ 100 വഴികൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടല്ലോ. ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ പല വഴികളുള്ളതിൽ ഒരു 2 വഴികളെക്കുറിച്ച് നമുക്കിതൊന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ വഴി ഒരു എളുപ്പമുള്ളൊരു വഴിയാണ് എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ വഴി എന്ന് ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസിൻ്റെ വഴി. മറ്റൊന്ന് പൗലോസിൻ്റെ വഴി. പത്രോസിൻ്റെ വഴിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പത്രോസ് വല പോക്കുകയായിരുന്നു. വല പോക്കുന്ന നേരത്ത് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ യോനായുടെ പുത്രനായ ശിമിയോനല്ലേ, നീ പത്രോസല്ലേ, നീ ആ മീനും വലയും ഉപേക്ഷിക്കുക, എൻ്റെ കൂട്ടത്തിൽ പോന്നാൽ നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. പത്രോസിന് തോന്നി കൊള്ളാവുന്ന പരിപാടിയാണ്. ഉപേക്ഷിച്ചു. ആ വിളിയുടെ ആജ്ഞാശബ്ദം, ആജ്ഞാവചനം കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിന് അത് നിരാകരിക്കാൻ കഴിഞ്ഞില്ല, ഇറങ്ങിപ്പോന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് യേശുവിലേക്ക് എത്തുന്ന, പെട്ടെന്ന് ദൈവത്തിലേക്ക് എത്തുന്ന ഒരു തരം വഴിയാണ്. പക്ഷേ പൗലോസിൻ്റെ വഴിയെടുക്കുക. 33 വർഷക്കാലം ഒട്ടേറെ യഹൂദ നിയമങ്ങൾ അവൻ പഠിച്ചു. നല്ലൊരു പരിസേയനായിട്ട് മുന്നോട്ട് പോകുന്നു. വിശ്വാസത്തിനും അവിശ്വാസത്തിനിടയിൽ കിടന്ന് ഒരുപാട് യുദ്ധം ചെയ്യുന്നു. വിശ്വാസികളെ അവർ വിശ്വാസികളാണെന്നുള്ള കാരണം കൊണ്ട് തന്നെ തങ്ങളുടെ വിശ്വാസത്തിന് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ജെറുസലേമിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു എന്ന് തുടങ്ങി ഒട്ടേറെ തന്നോട് തന്നെ സമരം ചെയ്ത് നാളുകൾ കഴിഞ്ഞിട്ടാണ് ക്രൂശിക്കപ്പെട്ട യേശുവിലേക്ക് പൗലോസ് അപ്പോസ്തലൻ വരുന്നത്. സത്യത്തിൽ ഏറെ ബുദ്ധിമുട്ടുള്ള വഴിയാണ് പൗലോസിൻ്റെ വഴി. പല വിശുദ്ധാത്മാക്കളുടെ വഴിയും ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് പിടിച്ച, ഒരു ദുർഘടം പിടിച്ച വഴിയാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് അഗസ്റ്റിൻ്റെ കാര്യമെടുക്കുക. വിശുദ്ധ അഗസ്റ്റിൻ. പൗലോസ് അപ്പോസ്തലൻ കഴിഞ്ഞാൽ സഭയിലെ ഏറ്റവും ശക്തനായ ഒരു വിശുദ്ധനാണ് അഗസ്റ്റിൻ. അഗസ്റ്റിൻ ഒരു നല്ല സത്യാന്വേഷിയായിരുന്നു. അദ്ദേഹം ആദ്യം പ്ലേറ്റോയുടെ തത്വപ്രകാരം പോയി. ഗ്രീക്ക് തത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലടിച്ചതുകൊണ്ട് അദ്ദേഹം നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് ജീവിതത്തിൻ്റെ അവസാനം വരെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. കുറേ കാലം കഴിഞ്ഞപ്പോൾ നെയോ പ്ലട്ടോണിക് ചിന്താഗതിയിലേക്ക് പോയി, പിന്നെ മനിക്കേയൻ ചിന്താഗതിയിലേക്ക് പോയി. ഇങ്ങനെയെല്ലാം ഒരു അന്വേഷണത്തിൻ്റെ ത്വരയുമായി ഇദ്ദേഹം യാത്രയായി. എന്തുമാത്രം ദുർഘടം പിടിച്ച വഴിയിലൂടെ യാത്ര ചെയ്ത് ഈ സമയത്ത് അവന് ഊർജവും ശക്തിയും പകർന്നു കൊടുത്തത് അവൻ്റെ അമ്മ മോനിക്ക തന്നെയാണ്. നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. മോനിക്ക പോലും മകൻ ദൈവത്തിലെത്തുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ച നേരത്താണ് വിശുദ്ധ അംബ്രോസ് പറഞ്ഞുകൊണ്ടിരുന്നു, നീ ഒരിക്കലും പിൻവലിയരുത്, യു ഗോ ഓൺ വിത്ത് യുവർ പ്രയർ, നീ പ്രാർത്ഥനയുമായിട്ട് തുടർന്ന് പോവുക, ഒരിക്കലും നീ ഉപേക്ഷിക്കരുത്, ഒരിക്കലും ഗിവപ്പ് ചെയ്യരുത്, തീർച്ചയായും ഒരു നാളിൽ അവൻ മടങ്ങി വരുമെന്ന്. 2 പേരുടെയും നിരന്തരമായ യുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ് ജീവിതത്തിൻ്റെ ഒരു നിർണായകമായ കാലഘട്ടത്തിൽ അഗസ്റ്റിൻ വിശ്വാസത്തിലേക്ക് തിരിയുന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും വിശ്വാസികൾ എന്ന് കരുതുന്ന നമ്മളിൽ പലരും അവിശ്വാസികൾ എന്ന് വിധിച്ച് ചില മനുഷ്യരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. ചിലർ നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട്, ചിലർ അവിശ്വാസത്തിൻ്റെ കൂട്ടുകെട്ടുമായി പോകുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ വിധിക്കാൻ അവകാശമുണ്ടോ? ദൈവദാനമാണ് വിശ്വാസമെങ്കിൽ അവിശ്വാസിയെ വിധിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? ഇതുകൊണ്ടാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, നിരീശ്വരവാദിയെ വിധിക്കാൻ ഒരിക്കലും വിശ്വാസിക്ക് അവകാശമില്ല. കാരണം ദൈവദാനമാണ്. ആ ദാനം അവരുടെ കൈവെള്ളയിലോ അവരുടെ ഇടനെഞ്ചിലോ ദൈവം വെച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു വിശ്വാസി എന്തു പറഞ്ഞുകൊണ്ടാണ് അവർക്കെതിരെ കൈ ചൂണ്ടുന്നത്? ഒരിക്കലും നമുക്ക് അവകാശമില്ല. തീർച്ചയായും നമുക്ക് മാറി നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം ദാനമെന്നുള്ള ചിന്ത ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിരന്തരം വളരാൻ ആഗ്രഹിക്കുകയും ചെയ്യാം. ജർമ്മനിയിൽ വളരെ സ്വാധീനമുണ്ടായിരുന്ന ഒരു യഹൂദ പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് ഈഡിത്ത് സ്റ്റൈൻ എന്നാണ്. അവൾ വളരെ ചെറുപ്പത്തിലെ തന്നെ ജർമ്മനിയിൽ വളരെ പോപ്പുലറായ ആളാണ്. കാരണം തത്വശാസ്ത്രത്തിൽ ഏറെ ശ്രദ്ധേയനായ എഡ്മണ്ട് ഹുസറേൽ എന്നുള്ള തത്വചിന്തകൻ്റെ കീഴിൽ ഡോക്ടറേറ്റ് എല്ലാം നേടി വളരെ ചെറുപ്പത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി. പക്ഷേ അവൾക്ക് മനസ്സിലായി തൻ്റെ വിശ്വാസത്തിൽ എന്തൊക്കെയോ കുറവുകളുണ്ട്. അങ്ങനെ ഒരുപാട് സന്ദേഹങ്ങളുടെ ഇടയിൽ, ഒപ്പം വിശ്വാസത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടന്ന് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി. സഹോദരങ്ങളെ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൾ ചിന്തിച്ചു,
കുഞ്ഞുങ്ങളുടെ മനസ്സ് വായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. എന്തുമാത്രം തത്വജ്ഞാനങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ എൻ്റെ ഉള്ളിലൊരു സന്തോഷമില്ലാത്തത്, എൻ്റെ ഉള്ളിലൊരു ആനന്ദമില്ലാത്തത്? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആരോ അവൾക്ക് കൊടുത്ത തെരേസ ഓഫ് ആവിലയുടെ, അമ്മ ത്രേസ്യയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം അവൾക്ക് ആരോ ദാനമായിട്ട് കൊടുത്തതാണ്. അവിടുത്തെ ലൈബ്രറിയിൽ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവളുടെ റിസർച്ചുമായൊന്നും ബന്ധപ്പെടുന്നതല്ല ആ പുസ്തകം. പക്ഷേ ഏറെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിൽ അവൾ ആ പുസ്തകം കൈകളിലെടുത്ത് എന്നിട്ട് ആദ്യ പേജ് മുതൽ വായിക്കാനായിട്ട് തുടങ്ങി. ആദ്യ പേജ് മുതൽ മറച്ച് വായിച്ച് ഒരു രാത്രി കൊണ്ട് ആ പേജുകൾ മുഴുവൻ, ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്ത് അവസാനം കിടന്ന ആ ബ്ലാങ്ക് പേജിൽ ഇങ്ങനെ എഴുതി, ദിസ് ഈസ് ട്രൂത്ത്, ഇത് സത്യമാണെന്ന് എഴുതി ആ യഹൂദ പെൺകുട്ടി പിറ്റേ ദിവസം പ്രഭാതത്തിൽ പോയത് ഒരു കാർമലൈറ്റ് കമ്മ്യൂണിറ്റിയിലേക്കാണ്. അവിടെ ചെന്ന് വൈദികനോട് കാര്യം പറഞ്ഞു, ഞാൻ ഈഡിറ്റ് സ്റ്റൈനാണ്, ഞാൻ തത്വചിന്തയുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ഇവരെ പരിചയമുണ്ട്. ഇവൾ പറഞ്ഞു, എനിക്ക് ഇന്നലെ രാത്രിയിൽ ഒരു പ്രത്യേകമായ ദൈവാനുഭവം ഉണ്ടായി. തെരേസ ഓഫ് ആവിലയുടെ പുസ്തകം വായിക്കുന്ന നേരത്താണ് യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത്. എൻ്റെ പഴയ വിശ്വാസ പാരമ്പര്യമെല്ലാം മാറ്റിക്കൊണ്ട് ഞാൻ ഇതിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, അവളുടെ മാമോദിസ നടത്തി സഭയിലേക്ക് എടുത്തു. അവൾ ഒരു കാർമലൈറ്റ് സിസ്റ്ററായി, വാഴ്ത്തപ്പെട്ടവളായി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, സന്ദേഹങ്ങൾക്കിടയിൽ, അവിശ്വാസത്തിനിടയിൽ ഏറെ വിഷമിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഇവരെ ഒന്നും വിധിക്കാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല. കാരണം വിശ്വാസം ദാനമാണെങ്കിൽ ആ ദാതാവായ ദൈവത്തെ സംശയിക്കാൻ പോലും ചില സമയങ്ങളിൽ ദൈവം അവസരം നൽകുന്നുണ്ടോ എന്ന് നമുക്കറിയാമല്ലോ. വിശുദ്ധ തോമാസ് ലീഹ അവിശ്വസിച്ചതൊന്നുമല്ല. എന്നിരുന്നാൽ കൂടിയും ഏതാനും സമയത്തേക്ക് പിടിവാശിയോടുകൂടി നിലനിൽക്കാനുള്ള ഒരു സ്നേഹം, ഒരടുപ്പം യേശുവുമായി ബന്ധപ്പെട്ടവനുണ്ടായിരുന്നു. ഇതുപോലെ ചിലർക്ക് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചേ മതിയാകൂ, ചില അടയാളങ്ങൾ കണ്ടേ മതിയാകൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ വാശി പിടിക്കുന്നവരെ നോക്കിക്കൊണ്ട് വിധിക്കാൻ എനിക്ക് തോന്നുന്നു നമുക്കാർക്കും അവകാശമില്ല. മാത്രവുമല്ല, വിശ്വാസ ജീവിതത്തിൽ ഒരു ഡെസേർട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അഥവാ ഒരു മരുഭൂമി അനുഭവം എന്ന് പറയുന്നത് പലരുടെയും ജീവിതത്തിൽ ഉള്ളതാണ്. അതായത് ചില സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ചില സമയങ്ങളിൽ ഇത്തരമൊരു ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കുന്നു, ചില സമയങ്ങളിൽ നാം സ്വീകരിക്കുന്ന ദൈവസാന്നിധ്യം യഥാർത്ഥ ദൈവസാന്നിധ്യമാണോ എന്ന് സംശയിക്കുന്നു, ചില സമയങ്ങളിൽ എന്തിനിങ്ങനെ ജീവിക്കണമെന്ന് നമ്മോട് തന്നെ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു തരം മരുഭൂമി അനുഭവം, യാതൊരു മരുപ്പച്ചയും കാണാതെ വിഷമിക്കുന്ന ഒരനുഭവം പല വിശ്വാസികളുടെയും, പ്രത്യേകിച്ചും കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പലരുടെയും ജീവിതത്തിലുള്ളതാണ്. സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന പലരിലും അവിശ്വാസത്തിൻ്റെ നൊമ്പരങ്ങൾ, അവിശ്വാസത്തിൻ്റെ മുറിവുകളൊക്കെ ഏറ്റിട്ടുണ്ടായിരിക്കാം. ചില സമയങ്ങളിൽ ദൈവത്തെ സംശയിച്ചിട്ടുണ്ടായിരിക്കാം. അതൊരു മഹാപാപമായൊന്നും ഒരിക്കലും കരുതരുത്. നിങ്ങൾ സ്നേഹിക്കുന്ന യേശുവിനെ സംശയിക്കാൻ അവകാശമുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന കർത്താവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അത് നിങ്ങളും നിങ്ങളുടെ കർത്താവും തമ്മിലുള്ള ബന്ധമാണ്. അതിനെക്കുറിച്ച് വിധി പറയാനൊന്നും മറ്റുള്ളവർ, പ്രസംഗകർ, അവർക്ക് അവകാശമില്ല. സഹോദരങ്ങളെ, എന്നാൽ ഇതിൻ്റെ എല്ലാം അവസാനം, ഈ മരുഭൂമിയുടെ എല്ലാം അവസാനം, അന്ന് അവർ യാത്ര ചെയ്ത് കാനാനിൽ ചെന്ന് പെട്ടതുപോലെ തന്നെ ഞാനും നിങ്ങളും മരുഭൂമി അനുഭവത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും അവസാനം അവിടെ ചെന്ന് യഥാർത്ഥ ലക്ഷ്യത്തിൽ ചെന്ന് ചേരുമെന്നുള്ളതിൽ സംശയമില്ല. അതിനു വേണ്ടിയിട്ടാകണം നമ്മുടെ യുദ്ധം, അതിനു വേണ്ടിയിട്ടാകണം നമ്മുടെ നിരന്തരമായ യാത്രകൾ. ഇതുപോലെ തന്നെ യേശു തന്നെ വെളിപ്പെടുത്തുന്നതും വളരെ വ്യത്യസ്തമായ വിധത്തിലാണ്. ലൂക്കായുടെ സുവിശേഷത്തിലാണ് ആട്ടിടയന്മാർക്ക് മനുഷ്യപുത്രനെക്കുറിച്ചുള്ള, രക്ഷകനെക്കുറിച്ചുള്ള ജനന വാർത്ത അറിവ് കിട്ടുന്നത്. ഈ അറിയിപ്പ് കിട്ടുന്ന സമയത്ത് വലിയ കാഹളമുണ്ടാകുന്നു. എന്താണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശമടക്കുകളെ ഭേദിച്ചുകൊണ്ട്
കാര്യമായ സ്തോത്രഗീതങ്ങളും കാഹളങ്ങളും നമ്മൾ കേൾക്കുന്നു. പക്ഷേ ഇതേ സംഭവം തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ ഏതാനും ജ്ഞാനികളെ ദൈവം അറിയിക്കുന്നുണ്ട്. ജ്ഞാനികളെ അറിയിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു നക്ഷത്രം ഉദിച്ചു വന്നു. ആ നക്ഷത്രം ഉദിച്ചു വന്ന് ആ നക്ഷത്രം ഏത് ദിക്കിലേക്ക് യാത്ര ചെയ്തുവോ അവയോടൊപ്പം യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ആ പുൽക്കൂടിൽ ചെന്ന് തന്നെ ചേർന്നു. ആട്ടിടയന്മാർക്ക് ഒരിക്കലും നക്ഷത്രത്തെക്കുറിച്ച് വായിച്ചെടുക്കാനുള്ള കഴിവില്ല. എന്നാൽ ജ്ഞാനികൾക്ക് അതിനുള്ള കഴിവുണ്ട്. സഹോദരങ്ങളെ ഓർക്കണം, ഒരേ സമയം ജ്ഞാനികളെയും ആട്ടിടയന്മാരെയും ഒരുപോലെ വാർത്ത അറിയിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഒരു വിധത്തിലും ഒരാൾ അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾ യേശുവിലേക്ക് പ്രവേശിക്കുന്നത് പോലെയല്ല മറ്റൊരു കൂട്ടം ആളുകൾ യേശുവിലേക്ക് പ്രവേശിക്കുന്നത്. സത്യത്തിൽ ജ്ഞാനികൾക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് അത്തരമൊരു കാഹളം ഇല്ലാതെ തന്നെ മനുഷ്യപുത്രനാണ്, രക്ഷകനാണ് കാലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വെളിപാടുണ്ട്. അത് വായിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ആട്ടിടയന്മാർ പാവപ്പെട്ട മനുഷ്യരാണ്. അവർ രാത്രിയിൽ വിശ്രമിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് നക്ഷത്രങ്ങളുടെ കുറിച്ചുള്ള കണക്കുകൾ വായിച്ചെടുക്കാനുള്ള കഴിവുകളില്ല. അവർ ആ വിധത്തിലുള്ള ജ്ഞാനികളല്ല. അതുകൊണ്ട് അവരെ വാർത്ത അറിയിച്ചപ്പോൾ കൂടുതൽ വർഷിപ്പുകൾ കൂട്ടിച്ചേർത്തു. ഇന്നും യേശുവിലേക്ക് ഈ രണ്ട് വിധത്തിലുള്ള പ്രവേശനം സാധ്യമാണ്. ചിലർ ഒട്ടേറെ അന്വേഷണത്തിലൂടെ വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് അനുധ്യാനങ്ങളിലൂടെ തപസ്സിലൂടെ ആലോചനകളിലൂടെ യേശുവിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ മറ്റു ചില ആളുകളാകട്ടെ ഒരുമിച്ച് കർത്താവിന് സ്തോത്രഗീതം പാടിക്കൊണ്ട് വളരെ എളുപ്പത്തിലും യേശുവിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു നക്ഷത്രം ഉദിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എങ്കിൽ അത് ക്രിസ്തു ജനിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ആ നക്ഷത്രത്തെ പിന്തുടർന്ന് ജ്ഞാനിയായ നിങ്ങൾക്ക് യേശുവിൻ്റെ പുൽക്കൂട്ടിൽ ചെല്ലാം. ഒരു പക്ഷേ നിങ്ങൾ ഒരു ആട്ടിടയനെ പോലുള്ള സാധാരണക്കാരനായ വ്യക്തിയായിരിക്കാം. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു സ്തോത്രഗീതത്തിൻ്റെ ശബ്ദമുണ്ടോ എന്ന് നോക്കുക. ആ സ്തോത്രഗീതത്തിനൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുക. നിങ്ങൾ അതേ പുൽക്കൂടിൽ ചെന്ന് ആരാധ്യനായ ഉണ്ണിയേശുവിനെ ധ്യാനിക്കാൻ മഹത്വപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ദൈവത്തിലേക്ക് ഒരു 100 വഴികൾ മാനവൻ്റെ മുമ്പിൽ മനുഷ്യപുത്രനായി അവതരിച്ച യേശു തുറന്നു വച്ചിട്ടുണ്ട്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, മറ്റാരെയും വിധിക്കാതെ സ്നേഹത്തോടെ നീ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്ന വഴിയെ അതേ മാർഗം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപ തരണമേ എന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന സ്വർഗീയവാതിൽ തുറക്കുമേ നിമിഷം, തിരുവോസ്തിരൂപൻ അണയും നിമിഷം. സ്വർഗീയവാതിൽ തുറക്കുമേ നിമിഷം, തിരുവോസ്തിരൂപൻ അണയും നിമിഷം. നവജീവനേക ആഹാരമായി തിരുനാഥനണയുന്നി ബലിവേദിയിൽ. നവജീവനേക ആഹാരമായി തിരുനാഥനണയുന്നി ബലിവേദിയിൽ. പരിശുദ്ധ പരമകാരുണ്യമേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമകാരുണ്യമേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ.
അബ്രാഹത്തിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം ഇതാ നമ്മോട് കൂടെ ആയിരിക്കുവാനും നമ്മോട് സംസാരിക്കുവാനും നമ്മുടെ മുമ്പിൽ കടന്നു വന്ന യേശു കർത്താവിനെ കണ്ണ് തുറന്ന് നമുക്ക് കാണാം. അതെ, അവൻ നമ്മോട് കൂടെ ജീവിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നു, നമ്മെ സമീപിക്കുന്നു, നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുന്നു. പൗലോസ് അപ്പസ്തോലനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയും: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല, മറിച്ച് ദാനമായി നിങ്ങൾക്ക് കിട്ടിയതാണ്. ദിവ്യകാരുണ്യ യേശുവേ, അങ്ങയെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് വലിയ ദാനമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പലപ്പോഴും ഇത് ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് ഞങ്ങൾ അഹങ്കരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും കൈവെള്ളയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ തിരുനാളങ്ങൾ അണഞ്ഞു പോയിട്ടുണ്ട്. കർത്താവെ, വിശ്വസിക്കാൻ ആദ്യ നാളുകൾ മുതലേ നീ ഞങ്ങൾക്ക് അവസരം തന്നു. കർത്താവെ, ഞങ്ങളുടെ അവിശ്വസ്തതയെ അവിടുന്ന് പരിഹരിക്കണമേ. ലോകത്തിൽ വിശ്വാസമില്ലാതെ കഴിയുന്ന 100 കണക്കിന് ദൈവമക്കളെയും വിവിധങ്ങളായ രാജ്യങ്ങളെയും അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഞങ്ങൾ അർപ്പിക്കുന്നു. വിശ്വസിക്കാൻ യുക്തി അനുവദിക്കാത്തത് കൊണ്ട് വിശ്വസിക്കാത്തവർ, ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസത്തിൽ നിന്നും മാറി നിൽക്കുന്ന വലിയ ചിന്തകന്മാർ, ശാസ്ത്രജ്ഞന്മാർ, വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നവർ, വിദ്യാർത്ഥികൾ, വിവിധങ്ങളായ രാഷ്ട്രങ്ങളിൽ കഴിയുന്നവർ, യേശുനാമത്തെക്കുറിച്ച് കേൾക്കുക പോലും സാധ്യമല്ലാത്ത വിധത്തിൽ ഒരുപാട് വിദൂര ദേശങ്ങളിൽ കഴിയുന്നവർ, എല്ലാവരെയും സ്നേഹത്തോടെ കർത്താവെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ വിശ്വാസ വർധനവിനായി ഞങ്ങളുടെ കാലയളവിൽ തന്നെ ദൈവജനത്തിനൊരു പുതിയ ഉണർവ് നീ കൊടുക്കണമേ. ലോകത്തിലെ ജനതകൾക്ക് മുഴുവൻ ഒരു പുതിയ ഉണർവും പ്രത്യാശയും നീ കൊടുക്കണമേ. വിശ്വാസത്തിൽ തളർന്നു പോയവർക്ക് ഒരിക്കൽ കൂടി വിശ്വാസത്തിന്റെ തിരുനാളം കത്തിച്ചു കൊടുക്കണമേ. ജീവിതത്തിൽ വിശ്വാസം ഇറങ്ങിപ്പോയവർക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത കർത്താവിൽ വിശ്വസിക്കാനുള്ള കൃപ നീ കൊടുക്കണമേ. അതെ, നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പ്രോജ്വലിപ്പിക്കാം. നിരീശ്വരവാദമല്ല ഈ കാലഘട്ടത്തിലെ പ്രതിസന്ധി, അവിശ്വസ്തതയാണ് പ്രതിസന്ധി. വിശ്വസിക്കുന്നു എന്ന് കരുതുന്നവർ അവിശ്വസ്തതയോടെ പെരുമാറുന്നതാണ് ക്രിസ്തുവിൻ്റെ മാറിലെ ഏറ്റവും വലിയ മുറിവ്. യേശുവേ, വിശ്വസിക്കാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമേ എന്ന് സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ദിവ്യകാരുണ്യ യേശുവേ, ചിരപരിചയം കൊണ്ട് നിരന്തരം അങ്ങയുടെ വാക്ക് ഉച്ചരിക്കുന്നത് കൊണ്ട് അങ്ങയിലുള്ള വിശ്വാസം കുറഞ്ഞു പോയിട്ടുള്ള എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടു കൂടി അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. വൈദികർ, വൈദികാർത്ഥികൾ, ദൈവ ശുശ്രൂഷകർ, വിവിധങ്ങളായ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്നവർ,
സ്നേഹത്തോടെ ഞങ്ങൾ കൊണ്ടുവരുന്നു. വിശ്വാസത്തിലുള്ള ഉറപ്പും വിശ്വാസത്തിലുള്ള ആഴവും എല്ലാ ഹൃദയങ്ങൾക്കും നീ കൊടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തകർച്ചയിൽ നിന്നെ പഴിക്കാതെ വാഴ്ത്തിയ ജോബിൻ്റെ വിശ്വാസം നൽകണമേ. തകർച്ചയിൽ നിന്നെ പഴിക്കാതെ വാഴ്ത്തിയ ജോബിൻ്റെ വിശ്വാസം നൽകണമേ. വിശ്വാസത്താലെന്നും നിൻഹിതം തേടുവാൻ ആഴമാം വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന രക്ഷക ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന.